ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാഗ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നാടൻ കോഴി കൊണ്ട് തനി നാടൻ രീതിയിൽ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും 5 കറിയാമ്പൂവും, ഒരു പകുതി കഷ്ണം തക്കോലം, 4 ഏലക്ക, ഒരു വലിയ കഷ്ണം പട്ട, ഇത്രയുമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് കറി വെക്കുന്നത്. കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അത് 1 മിനിറ്റോളം നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. കളർ ഒരുപാട് അങ്ങോട്ട് മാറാൻ നിൽക്കേണ്ട, 1 മിനിറ്റ് മൂപ്പിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒരു 25 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒഴിവാക്കിയിട്ട് ഉള്ളി കുറച്ചുകൂടി കൂടുതലെടുത്ത് കറി വയ്ക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഞാനിവിടെ ഉള്ളിയും സവാളയും കൂടി ചേർത്തിട്ടാണ് കറി വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പൊടികളിലേക്ക് പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനിൽ മസാല പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന മസാലക്കൂട്ടില്ലേ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഞാനിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ കുക്കറിലല്ല ചിക്കൻ വേവിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം നാടൻ കോഴി ആയതുകൊണ്ട് വേവ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ വെള്ളം വറ്റി ചാറ് ഉണ്ടാവത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ 2 വിസിലിൽ ഫുൾ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. നമ്മുടെ നാടൻ സ്റ്റൈലിൽ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. Once again, Happy New Year, my dear friends.